എക്സർസൈസ് 13.3. ഈ എക്സർസൈസില് ഫുള്ള് നമ്മൾ പഠിക്കുന്നത് മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ടൈപ്പ് ആണ്. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. സപ്പോസ് ഒരു ഷോർട്ട് പുട്ട് നമ്മൾ ത്രോ ചെയ്യുന്ന ഷോർട്ട് പുട്ട് അത് ഫുള്ള് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഉള്ളു പൊള്ളയല്ല, ഹോളോ അല്ല, ഒരു സോളിഡ് ഷേപ്പ് ആണത്. അത് സപ്പോസ് 10 kg ആണെന്നിരിക്കട്ടെ. അതിൽ നിന്നും ഈ അയണിനെ മെൽറ്റ് ചെയ്ത് കിട്ടുന്ന അയൺ ഉപയോഗിച്ച് ചെറിയ ചെറിയ ബോൾസ് അല്ലെങ്കിൽ ഗോലി ടൈപ്പ് സ്ഫിയർ ആക്കി മാറ്റുന്നു എന്നിരിക്കുക. അപ്പൊ അതിന്റെ വലിയ ഷേപ്പിൽ നിന്ന് ഒരു ചെറിയ ഷേപ്പിലേക്ക് ഒരു മാറ്റമാണ് വന്നത്, ഒരു ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഒരെണ്ണത്തിന്റെ വെയിറ്റ് 1 kg ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 10 kg ഉള്ള അയണിൽ നിന്നും ഈ 10 kg ഉള്ള ഷോർട്ട് പുട്ടിൽ നിന്നും 1 kg ഉള്ള 10 such pieces we can make. അതായത് 1 kg ഉള്ള 10 ചെറിയ സ്ഫിയറുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഈ ഒരു സ്ഫിയറിനെ സ്ഫിയറിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക്, ഈ ക്വസ്റ്റ്യനിലുള്ളത് പോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് നമ്മൾ റീകാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ വോളിയം എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെയുള്ള വോളിയം. ഒരു ചെറിയ ലോസ് വോളിയത്തിൽ ഉണ്ടാകും. അതിനെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യാറ്. സപ്പോസ് ഈ 10 kg ആണെങ്കിൽ അതിനെ മെൽറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ റീകാസ്റ്റ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയും വെയിറ്റ് 10 kg തന്നെ ആയിരിക്കും. ഇനി ഇതിനെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് ഒരു കോണാക്കി മാറ്റുന്നു. അവിടെയും ഇതിന്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പൊ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, രണ്ടിന്റെയും വോളിയം സെയിം ആയിരിക്കും. ഇനി ഇതിനെ മെൽറ്റ് ചെയ്ത് ഒരു കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടിന്റെയും വെയിറ്റ് ഈക്വൽ ആയിരിക്കും. ഇതിനേക്കാൾ റേഡിയസ് കുറഞ്ഞ അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറിയ ഒരു ഷേപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടുതൽ എണ്ണം ഉണ്ടാക്കാൻ പറ്റും, നമ്പർ ഓഫ് ഷേപ്സ് കൂടുതൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 1 kg ആണെങ്കിൽ ഇതിൽ നിന്നും 10 പീസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ 10 ഇൻറ്റു, അതായത് നമ്പർ ഓഫ് സ്മാൾ സ്ഫിയർ ഇൻറ്റു വെയിറ്റ് ഓഫ് അല്ലെങ്കിൽ വോളിയം ഓഫ് 1 സ്മാൾ സ്ഫിയർ വിച്ച് ഈസ് 1 kg, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. എങ്ങനെയാണെങ്കിലും അതിന്റെ രണ്ടിന്റെയും വോളിയം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. A metallic sphere of radius 4.2 centimeter. റേഡിയസ് 4.2. അപ്പൊ ഈ സ്ഫിയറിന്റെ റേഡിയസ് 4.2 സെന്റിമീറ്റർ ആണ്. ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ. ഈ ഒരു സിലിണ്ടർ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. ഇതിന്റെ ഹൈറ്റ് എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ മെൽറ്റ് ചെയ്താൽ കിട്ടുന്ന അയണിന്റെ വോളിയം കണ്ടുപിടിക്കുന്നു. അതേ സെയിം വോളിയമാണ് റീകാസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ഈ സിലിണ്ടറിന്റെയും വോളിയം. അങ്ങനെ രണ്ടിനെയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിൽ അറിയാൻ വയ്യാത്തതായി ഇതിന്റെ ഹൈറ്റ് മാത്രമേ ഉണ്ടാവൂ. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഓഫ് സിലിണ്ടർ വിച്ച് ഈസ് റീകാസ്റ്റഡ് ഫ്രം ദ സ്ഫിയർ. അപ്പൊ നമുക്ക് സ്ഫിയറിനെ ആദ്യം എഴുതാം. ഫോർ സ്ഫിയർ റേഡിയസ് r ഈസ് ഈക്വൽ ടു 4.2. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഈസ് ഈക്വൽ ടു 4/3 പൈ r ക്യൂബ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു റേഡിയസ് വിച്ച് ഈസ് 4.2 ദ ഹോൾ ക്യൂബ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസർ എഴുതി വെക്കരുത്. കാരണം എഴുതി വെച്ചാലും പിന്നീട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ടായി മാറും. രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ കുറെ വാല്യൂസ് നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതിനെ തൽക്കാലം ഇങ്ങനെ വെക്കുക, ഇത്രയും സെന്റിമീറ്റർ ക്യൂബ്. ഇനി നമുക്ക് സിലിണ്ടറിന്റെ കേസിലേക്ക് പോകാം. സിലിണ്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് തന്നിട്ടില്ല. അതിനെ നമുക്ക് കണ്ടുപിടിക്കാം, h ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഈസ് ഈക്വൽ ടു പൈ r സ്ക്വയർ h, പൈ ഇൻറ്റു റേഡിയസ് 6ന്റെ സ്ക്വയർ ഇൻറ്റു h. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് സിലിണ്ടറിന്റെ വോളിയം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. മെൽറ്റ് ചെയ്യുകയായതുകൊണ്ട് വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്ഫിയർ. വോളിയം ഓഫ് സിലിണ്ടർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പൈ ഇൻറ്റു 6ന്റെ സ്ക്വയർ ഇൻറ്റു h വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്ഫിയർ വിച്ച് ഈസ് 4/3
പൈ ഇൻറ്റു 4.2 ദ ഹോൾ ക്യൂബ് ആണ്. അപ്പോ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതി. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബിക്കോസ് ഈ പൈ റൈറ്റ് സൈഡിൽ എത്തിയാൽ അത് ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിനെ എഴുതി നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് h ആണ്. അതിനെ മാത്രം ഇവിടെ എഴുതിയിട്ട് ബാക്കിയുള്ള പൈയും 6ന്റെ സ്ക്വയറും റൈറ്റ് സൈഡിലേക്ക് എഴുതിയാൽ ഇവിടെയുള്ള വാല്യൂ 4/3 പൈ ഇൻറ്റു 4.2 ദ ഹോൾ ക്യൂബ് അതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും 6 സ്ക്വയർ വിച്ച് ഈസ് 36 ഇൻറ്റു പൈ. അപ്പൊ ഇതിനൊരു ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്താൽ 4/3 പൈ ഇൻറ്റു 4.2ന്റെ ക്യൂബിനെ നമുക്ക് 4.2 ഇൻറ്റു 4.2 ഇൻറ്റു 4.2 എന്ന് എഴുതാം. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു, റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി 1/36 പൈ എന്ന് എഴുതാം. ഇവിടെ പൈയും പൈയും ക്യാൻസൽ ചെയ്യുന്നു. ആ സ്റ്റെപ്പ് ഇത് ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി 4ഉം 36ഉം കൂടി ഡിവൈഡ് ചെയ്താൽ 9 നമുക്ക് എഴുതാം. 3 ആൻഡ് 4.2 ഡിവൈഡ് ചെയ്താൽ 1.4 എന്ന് എഴുതാം. ലെഫ്റ്റ് ഓവർ നമ്പേഴ്സിനെ നമുക്കൊന്ന് എഴുതാം. 1.4 ഇൻറ്റു 4.2 ഇൻറ്റു 4.2. പിന്നീട് ഇവിടെ ഉള്ളത് 1/9 മാത്രമാണ്. ഇൻറ്റു 1/9 9 42. രണ്ടും 3യുടെ മൾട്ടിപ്പിൾ ആണ്. 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് എഴുതാം. 4.2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.4 എന്നും എഴുതാം. ബാക്കിയുള്ള നമ്പറുകളെ നമുക്ക് എഴുതുന്നു. 1.4 ഇൻറ്റു 1.4 1.4 ഇൻറ്റു 1.4 ഇൻറ്റു എഗെയിൻ ഇവിടെയുള്ള ഈ 4.2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ പിന്നെ ലെഫ്റ്റ് വിത്ത് 1 ആണ്. 4.2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എഗെയിൻ ഇറ്റ് ഈസ് 1.4 എന്ന് എഴുതാം. ഈ നമ്പറിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1.4 ഇൻറ്റു 1.4 1.96 ആണ്. ഇൻറ്റു 1.4 വിച്ച് ഈസ് ഈക്വൽ ടു 2744 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് h ആണ്, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. 1, 2, 3 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. 1, 2, 3 ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ എഴുതി വെക്കാം. Therefore the height of the cylinder is 2.744 സെന്റിമീറ്റർ. അതിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് 2.74 സെന്റിമീറ്റർ എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Metallic spheres of radius 6, 8 and 10 respectively are melted to form a single solid sphere. Find the radius of the resulting sphere. ഇവിടെ 3 ചെറിയ സ്ഫിയറുകളെ 1, 2 and 3 ഓരോന്നിന്റെയും റേഡിയസ് തന്നിട്ടുണ്ട് 6, 8 and 10. 3 ഡിഫറന്റ് റേഡിയസ് ഉള്ള ചെറിയ സ്ഫിയറുകളെ മെൽറ്റ് ചെയ്ത് ഒരു സിംഗിൾ സോളിഡ് സ്ഫിയർ ആയി റീകാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ റീകാസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിംഗ് സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ഇതിന്റെ 3ന്റെയും കൂടെ മെൽറ്റ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ വോളിയം എത്രയാണോ അതാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ ഉണ്ടാക്കുന്ന റിസൾട്ടിംഗ് സോളിഡ് സ്ഫിയറിന്റെ വോളിയം. അപ്പൊ ഇതിന്റെ 3ന്റെയും വോളിയം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് റേഡിയസിനെ നമുക്ക് R1, ഇതിനെ R2, ഇതിനെ R3 എന്ന് എഴുതാം. ബിക്കോസ് ഒരേ സമയം നമ്മൾ 3 റേഡിയസ് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. R1 ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഫസ്റ്റ് സ്ഫിയറിന്റെ വോളിയത്തിനെ നമുക്ക് V1 എന്ന് എഴുതാം, വിച്ച് ഈസ് 4/3 പൈ ഇൻറ്റു 6ന്റെ ക്യൂബ്. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതി വെക്കുന്നതേ ഉള്ളൂ. അടുത്തത് നമുക്ക് R2 എഴുതാം, വിച്ച് ഈസ് 8 സെന്റിമീറ്റർ. ദെൻ V2 ഈസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു 8ന്റെ ക്യൂബ്. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് സെക്കൻഡ് സ്ഫിയറിന്റെ വോളിയം. തേർഡ് സ്ഫിയറിലേക്ക് പോയാൽ R3 ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. Then V3 volume of third sphere, which is 4/3 pi into radius 10 in the cube centimeter cube. 3ന്റെയും സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എഴുതാം. Therefore total volume is equal to volume 1 plus volume 2 plus volume 3, which is equal to 4/3 pi into 6 in the cube plus 4/3 pi into 8 in the cube plus 4/3 pi into 10 in the cube. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കോമൺ ആയിട്ട് എടുക്കുകയും ഡിവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോവുകയും ഒക്കെ ചെയ്യും. ഇനി ഇവിടെ നമുക്ക് 4/3 പൈ കോമൺ ആയിട്ട് എഴുതാം. 4/3 പൈ ലെഫ്റ്റ് ഓവർ നമ്പറുകൾ 6ന്റെ ക്യൂബ് പ്ലസ് 8ന്റെ ക്യൂബ് പ്ലസ് 10ന്റെ ക്യൂബ്. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് റിസൾട്ടിംഗ് വോളിയം, അല്ലെങ്കിൽ 3ന്റെയും കൂടി ടോട്ടൽ വോളിയം. ഇനി നമുക്ക്
ഒരു വലിയ സ്ഫിയർ ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ വലിയ സ്ഫിയറിന്റെ റേഡിയസിനെ ക്യാപിറ്റൽ R ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റേഡിയസിനെ നമുക്ക് എഴുതാം റേഡിയസ് ഓഫ് റിസൾട്ടിംഗ് സ്ഫിയർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R. അങ്ങനെയാണെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു 4/3 പൈ ക്യാപിറ്റൽ R ക്യൂബ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം വോളിയം ഓഫ് റിസൾട്ടിംഗ് സ്ഫിയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്മാൾ 3 സ്ഫിയേഴ്സ്. റിസൾട്ടിംഗ് വോളിയം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 4/3 പൈ R ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വോളിയം വിച്ച് ഈസ് 4/3 പൈ ഇൻറ്റു ബ്രാക്കറ്റിന്റെ ഉള്ളില് 6ന്റെ ക്യൂബ് പ്ലസ് 8ന്റെ ക്യൂബ് പ്ലസ് 10ന്റെ ക്യൂബ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 4/3 പൈ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. രണ്ടിനെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ലെഫ്റ്റ് വിത്ത് R ക്യൂബ് ഈസ് ഈക്വൽ ടു 6ന്റെ ക്യൂബ് പ്ലസ് 8ന്റെ ക്യൂബ് പ്ലസ് 10ന്റെ ക്യൂബ്. ഇതിൽ നിന്ന് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം. 6ന്റെ ക്യൂബ് വിച്ച് ഈസ് 216 പ്ലസ് 8ന്റെ ക്യൂബ് വിച്ച് ഈസ് 512 പ്ലസ് 10ന്റെ ക്യൂബ് 1000. എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1728 എന്ന് കിട്ടും. ഇതാണ് R ക്യൂബ്, അതായത് റേഡിയസിന്റെ ക്യൂബാണ്. ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 1728 എന്ന് എഴുതാം. ഈ 1728നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. 1728 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 864 അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 432 അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 216 അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 108 അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 54 അഗൈൻ 227 അഗൈൻ 3 കൊണ്ടേ പറ്റൂ, 9 അഗൈൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3. അപ്പൊ നമുക്ക് ഇവിടെ ക്യൂബ് റൂട്ട് എഴുതുമ്പോ ക്യൂബ് റൂട്ട് ഓഫ് 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 1 2 3 ഇത്രയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 1728 എന്ന ഈ നമ്പർ. ഇനി ഇതിൽ നിന്ന് ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള 3 നമ്പറിൽ നിന്ന് ഒരു നമ്പർ പുറത്ത്, ഈക്വൽ ആയിട്ടുള്ള 3ൽ നിന്ന് ഒരെണ്ണം പുറത്ത്, ഈക്വൽ ആയിട്ടുള്ള 3 നമ്പറിൽ നിന്ന് ഒരെണ്ണം പുറത്ത്. ഇതാണ് ക്യൂബ് റൂട്ട്. 3 ഈക്വൽ നമ്പറിൽ നിന്ന് ഒരെണ്ണം. ഇതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2 4 4 into 3 വിച്ച് ഈസ് 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. ദാറ്റ് മേക്സ് റേഡിയസ് ഓഫ് ദ ഫൈനൽ റിസൾട്ടിംഗ് സിംഗിൾ സ്ഫിയർ ഈസ് 12 സെന്റിമീറ്റർ. അപ്പൊ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് എടുത്തെഴുതാം therefore റേഡിയസ് ഓഫ് ദ റിസൾട്ടിംഗ് സ്ഫിയർ ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എക്സാം അടുത്തടുത്ത് വരികയാണ്. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ റെഗുലറായി എല്ലാ ക്ലാസ്സുകളും കാണുക, നന്നായി പഠിക്കുക. ക്ലാസ്സുകൾ മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് കൂടി കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാൻ പരമാവധി ശ്രമിക്കുക.